കേരളത്തെ ബി.ജെ.പി. നേതൃത്വത്തോടുള്ള സിനിമാ താരങ്ങളായ നേതാക്കൾക്കുള്ള അതൃപ്തി അവസാനിക്കുന്നില്ല. സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തി ഭീമൻ രഘു, രാജസേനൻ, രാമസിംഹൻ എന്നിവർ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കി നടനും ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗവുമായ കൃഷ്ണകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുത്ത തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിശാല ജനസഭയിൽ തനിക്ക് വേദിയിൽ ഇടം നൽകിയില്ലെന്ന് ആരോപിച്ചാണ് താരം അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കവടിയാർ ഉദയ പാലസിൽ വെച്ചായിരുന്നു വിശാല ജനസഭ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കാനായി കൃഷ്ണകുമാറിനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് കൃഷ്ണകുമാറിനോട് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ സദസ്സിലിരുന്ന കൃഷ്ണകുമാർ പരിപാടി തീരും മുൻപ് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി കൃഷ്ണകുമാർ രംഗത്തെത്തുകയായിരുന്നു. നമ്മുടെ സമയം നമ്മെ അർഹതപ്പെട്ട സ്ഥലത്ത് എത്തിച്ചിരിക്കുമെന്നും ഇപ്പോൾ ഇവിടെ ഇരിക്കാനാണ് യോഗമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനാൽ താൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നുമാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. തനിക്ക് വേദിയിൽ ഇടം കിട്ടാത്തത് താൻ ശ്രദ്ധിക്കുന്നത് പോലും മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്ക് 2 പേർ വേദിയിൽ നിന്നും ഇറങ്ങി വന്ന് തന്നോട് വേദിയിൽ വന്ന് ഇരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു. എന്നാൽ താൻ ഇവിടെ തൃപ്തനാണെന്നും അടുത്തിരിക്കുന്നവരുമായി കൂട്ടായെന്നും പറഞ്ഞ് ക്ഷണം നിരസിക്കുകയായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനിടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ലെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. പാർട്ടി നേതൃത്വവുമായുള്ള ആശയവിനിമയം വേണ്ട തോതിൽ നടക്കുന്നില്ലെന്നും നേതാക്കൾക്ക് അവരുടേതായ തിരക്കുള്ളതുകൊണ്ടാകാം തന്നെപ്പോലുള്ളവർ വിളിച്ചാൽ കിട്ടാത്തതെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കൃഷ്ണകുമാറിന് നല്ല വോട്ടും ലഭിച്ചിരുന്നു.